വിഷയം. അത് താല്പര്യമുള്ളവർ ചെയ്തോട്ടെ. ഇവിടെയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നാ ഡേറ്റൊക്കെ കൃത്യമായിട്ട് വരുന്ന സഹോദരിമാരൊക്കെ കണ്ട് നമ്പരൊക്കെ വാങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അതിൽ നിർബന്ധമായും സഹകരിച്ച കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ശമ്പളം കുറവാ, എല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു മാറ്റം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ എന്നോട് ഞാനൊരു തീരെ പ്രസംഗിക്കാൻ പോകുമ്പോഴേക്കും ഉസ്താദന്മാർ പറയില്ല, ഇവിടുത്തെ പ്രസംഗത്തിനിടയിൽ സെക്രട്ടറിക്ക് ഒരു താങ്ങ് കൊടുക്കണം കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. മിക്കുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ പറയും, അതെ പ്രസിഡന്റ് ഒത്തിരി പ്രശ്നമാണ്. പെരുന്നാളിൻ്റെ അന്ന് പുള്ളി ഒതു കൊടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് ലോട്ടറി തറയിൽ വീണു. അപ്പോൾ അതിനെതിരെ ഞാൻ പ്രസംഗിച്ചതിന് എനിക്ക് പൊതുയോഗത്തിൽ പണി വെച്ചിരിക്കുക, അതുകൊണ്ട് നടക്കില്ല. നമുക്ക് പിന്നെ ഒന്നും പറയാമല്ലോ, ജോലി കൂലിയില്ല, അങ്ങനെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെ ഒരു സെക്രട്ടറി ഞാൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട, നല്ല അടിപൊളി ഒരു ഇമാമാണ്, നമ്മുടെ നമ്പറില്ല, പേര് ജുബിരിയിൽ എന്നാണ്, ഒന്ന് കിതാബ് നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇതിനടുത്ത് ഈ ഉസ്താദന്മാർക്ക് വല്ല കഴിക്കണ്ടേ, അവർക്ക് ഭാര്യയും മക്കളും ഇല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ വരെ അദ്ദേഹം പറയാം, നമ്പർ കിട്ടണമെങ്കിൽ ഒന്ന് പറയണമെന്ന്. അവർക്ക് ജുബിരിയിലായിരുന്നു, അപ്പോൾ അവിടെ എങ്ങനെ അറിയാം, വല്ലപ്പോഴേ പൊതുയോഗത്തിന് മാത്രം പള്ളി പറഞ്ഞാൽ. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ വിചാരിക്കും അവർക്കെതിരെ മാത്രം ആക്ഷേപിക്കണമെന്നല്ല. ഇന്നമായി ഉമറു ബിൽ മസാജിദി, ഇന്നമായി ഉമറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യദിനത്തിലും അല്ലാഹുവിലും അചഞ്ചലമായ വിശ്വാസമുള്ളവർക്കല്ലാതെ പള്ളിയുടെ കാര്യത്തിൽ അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ, നാട്ടിലെ ഏതെങ്കിലും പള്ളിയുടെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുണ്ടെങ്കിൽ ഇഖ്ലാസുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അപ്പോ ഈ ആമയും പറയുന്ന ആവേശം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണം. ആരംഭ റസൂലേ അങ്ങ് കരയണ്ട. അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ചിലരെ വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ അളന്നു നോക്കലില്ലാതെ തൂക്കി നോക്കലില്ലാതെ ഞാൻ സ്വർഗത്തിൽ കടത്തും നബിയേ. അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷമായി രണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് നിലവിളിച്ചിരുന്ന മുത്ത റസൂല് പുഞ്ചിരിക്കുകയാണ്. അള്ളാഹു പറയുന്ന ആരെന്നറിയോ? ഫയുനാദിൽ മുനാദി, അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, അല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. കിടന്നിട്ട് ഉറക്കം വരാറ് പാതിരാ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാരാ? അവർക്ക് അല്ലാഹുവിന്റെ റസൂലേ വിചാരണയില്ലാതെ സ്വർഗമെന്ന് അല്ലാഹു പടച്ചതമ്പുരാ മുത്തു റസൂലിനോട് പറയുകയാണ്. ഇശാ നമസ്കാരമല്ലാതെ, തറാവീഹ് നമസ്കാരമല്ലാതെ 2 റക്അത്ത് ഇന്ന് വരെ അല്ലാഹുവിന് വേണ്ടിയിട്ട് പാതിരാ സമയത്ത് നിസ്കരിക്കാൻ എന്റെ റിയാദിൽ വന്ന പ്രിയപ്പെട്ട പ്രവാസികളെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തറാവീഹ് അല്ലാതെ, നീ ജോലി കിടന്ന് റൂമിലേക്ക് വന്ന് നമസ്കരിക്കുന്ന ഇശാ നമസ്കാരമല്ലാതെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയണം ചെറുപ്പക്കാരാ. നമ്മളെല്ലാവരും പിന്നെ ആരാണ് നമസ്കരിക്കേണ്ടത്? നമ്മളെല്ലാവരും പിന്നെ ആരാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും പിന്നെ ആരാണ് പടച്ചതമ്പുരാനെ താണുകണ് വടങ്ങേണ്ടത്? അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, മാരക രോഗങ്ങളെ തൊട്ട് പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസർ പോലെയുള്ള മഹാമാരികളെ തൊട്ട് സെറ്റാവാറെ പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ റിയാദിലെ പ്രിയപ്പെട്ടവരെ, ചങ്ങരംകുളത്ത്, മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ 7 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടവനാ. ഗൾഫ് രാജ്യത്തിരുന്ന് കഷ്ടപ്പെട്ട് പണം മുഴുവനും 7 പെങ്ങന്മാരുടെ നിക്കാഹിന് വേണ്ടി ചെലവഴിച്ചതാ. പറയുമ്പോ വലിയ എളുപ്പമുണ്ട്. അള്ളാഹു എത്ര സ്വർണം വേണം, എത്ര കാശ് വേണം, എത്ര വസ്തു വേണം, അതെല്ലാം ചെലവഴിച്ചു സാറേ. അവസാനം ആ സഹോദരന്റെ പൊന്നുമോളുടെ നിക്കാഹം നടത്തി. ആ സഹോദരന്റെ പൊന്നുമോനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി ഒന്ന് വിശ്രമിക്കാമല്ലോ. പെട്ടെന്ന് തലവേദന വന്ന് ക്ഷീണം വന്നു. മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളത്ത് ഇടപ്പാട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടത് തിരുവനന്തപുരം RCCയിലേക്കാണ്. എന്താ പ്രശ്നമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസമേ ആയിട്ടുള്ളൂ. 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന പുതിയ ക്യാൻസർ എന്ന് വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാ. തൊലിപ്പുറത്ത് കുമിള പോലെ പൊങ്ങി വരികയാണ്. അത് പഴുത്തു പൊട്ടുകയാണ്. അത് ശരീരത്തിൽ പടർന്നു പിടിക്കുകയാണ്. അല്ലാഹുവേ, ഇന്നാ സഹോദരനെ നിങ്ങളൊന്ന് കാണണേ. സൗദി അറേബ്യയിലെ ചിക്കനും മട്ടനും ഒക്കെ തിന്ന് തടിച്ചു കൊളുത്ത് സുന്ദരന്മാരായപ്പോ അല്ലാഹനെ വേണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ,
കുറച്ച് വെളുത്തു പോയപ്പോ, കുറച്ച് കവിളിറങ്ങിപ്പോയപ്പോ, കുറച്ച് വയറിറങ്ങിപ്പോയപ്പോ നാട്ടിൽ ചെല്ലുമ്പോ കൂട്ടുകാരൊക്കെ പറയുന്നു, നീ അങ്ങ് സൗന്ദര്യമുള്ളവനായല്ലോ, നീ അങ്ങ് കൊഴുപ്പുള്ളവനായല്ലോ, നീ അങ്ങ് തടിയുള്ളവനായല്ലോ എന്ന് പറയുന്ന കേട്ട് അഹങ്കരിച്ച് വീട്ടിന്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെക്കാ തടിയുണ്ടായിരുന്ന മോനെ, നിന്നെക്കാ സൗന്ദര്യമുണ്ടായിരുന്ന മോനെ, ഇന്ന് ഹോസ്പിറ്റലിന്റെ ഐസിയുയിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന മുഖവുമായി കിടക്കുന്ന സഹോദരനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 25 കിലോ പോലും വരികയില്ല. 4 മാസം കൊണ്ട് അല്ലാഹു മാറ്റിയതാ, 4 മാസം കൊണ്ട് അല്ലാഹു മാറ്റിയതാ. എത്ര ലോകത്തെന്തൊക്കെ നടന്നാൽ മനസ്സിൽ മാറ്റം വരാത്ത ചെറുപ്പക്കാരാ, നിങ്ങൾ പ്രവാസികളല്ലേ, നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അറിയുന്നവരല്ലേ, നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരല്ലേ, നിങ്ങൾക്കൊരു മനസ്സിന് മാറ്റം വരുത്തിക്കൂടെ? അള്ളാന്റെ പൊരുത്തത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങിക്കൂടെ? ഈ ഒരൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് വിട്ടൂടെ? അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. അല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. രാത്രി സമയത്ത് കിടക്ക ഉപേക്ഷിക്കുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ജോലി ലീവുള്ള നാളത്തെ ദിവസം ജോലിക്ക് പോണ്ടെങ്കിൽ ഏറ്റവും വിലപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ യൂട്യൂബിലൂടെ സിനിമ കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, ഡാൻസ് കണ്ട് ആസ്വദിക്കുന്ന പ്രവാസികളെ, ആരാണ് ചോദിക്കാ? നീ സമ്പാദിക്കുന്ന പണം നിനക്ക് എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കോ, ആരും നിനക്ക് ചോദിക്കാനും പറയാനുമില്ല. പക്ഷെ ഇവിടെ നീ കൃത്യമായി നമസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യനായാൽ അവിടെയാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നീ ഉറപ്പായും പങ്കെടുത്തെന്ന് പറയാൻ കഴിയാ. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തട്ടെ. വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗം പുൽകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഭാഗത്തിന് അള്ളാഹു ഭാഗ്യം കൊടുക്കുന്നതാ. അതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി, ഉത്സവത്തിന് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി ഉറക്കമിടിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമിടിയാ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമിടിയാ. മനസ്സ് വെച്ചോ, വല്ലപ്പോഴും ഒരു പാതിരാ സമയത്തൊരു 2 റകഅത്ത് നമസ്കരിക്കാ, ഒന്ന് എഴുന്നേറ്റിരുന്നൊന്ന് ഖുർആനോദാ, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാ, ഒരു 100 സലാത്ത് ചൊല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനസ്സ് വെക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അടുത്ത രണ്ടാമത്തെ വിഭാഗം, റിയാദിലെ ഇനി ഇരിക്കാൻ ഇടയിൽ സൗകര്യം ഉണ്ടെങ്കിൽ വന്നിരുന്നു. കമ്മിറ്റിക്കാരൊക്കെ നിൽക്കണ്ട, വലിയ സംഘാടകനാണ്. പേരെന്താ മോനെ? മുഹമ്മദ് ഷാ അല്ലേ? ശാലിൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളെ വലിയ രസമാണ്. വള്ളക്കടവിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മഹലിൽ ഒരു വളരെ ചെറിയ ഒരുട്ടേ ഉള്ളവനാളെന്ന് നോക്കി, അത്രേ ഉള്ളൂ. എന്റെ വാപ്പ ഭരിച്ചാൻ പള്ളി ചെന്നിരുന്ന മോള് റൂമിൽ കയറുന്നു, അസ്സലാമു അലൈക്കും, റിലാക്സ് റിലാക്സ്. വിഷമിക്കുണ്ടോ? ഇതെല്ലാവർക്കും പറയണതാണ്. ശരിയേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവന് വീട്ടിൽ നിന്ന് ഉമ്മായി വാപ്പയും പറഞ്ഞു വിട്ടാത്ര ഉസ്താദിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇതുപോലെ കുറെ മക്കളുണ്ട് നമുക്ക് ആശ്വാസം. ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ വന്നിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കസേര കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാക്കണോ? വെച്ചിട്ടുണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് പറ്റുന്ന രീതിയിലൊക്കെ ഇരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തത് എന്തായാലും പോയി. രാത്രി നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് നിസ്കരിക്കുക. സുബൈ ഒരു 10 മണിക്ക് നമ്മൾ നിസ്കരിക്കുക അല്ലേ? ജോലിയല്ലേ ഉസ്താദെ, അള്ളാഹ്ക്ക് അറിയാലോ. നിങ്ങളെപ്പോലെയാണോ നമ്മളിവിടെ കഷ്ടപ്പെട്ട് പാതിരാത്രി 12 മണിക്ക് പോയി കിടക്കുന്നത്, 2 മണിക്കൊക്കെ? നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 4 മണിക്ക് സുബൈ വാങ്ങിട്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റും. നാട്ടിലെ പോലെ അല്ല. അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് കുളിച്ച് പോവാൻ നേരത്ത് മുസല്ല വിരിച്ച് 2 റക്അത്ത് സുബൈ നിസ്കരിക്കും. അള്ളാഹ്ക്ക് അറിയാലോ നമ്മുടെ കഷ്ടപ്പാട്. അപ്പൊ 4 മണിക്ക് നിസ്കരിച്ചോ വെറും മണ്ടനായി അല്ലേ? അവന്റെ കാര്യമൊന്നും അള്ളാഹ്ക്ക് അറിയില്ല, നിങ്ങളുടെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അള്ളാഹ് ഒരിക്കലും ചെയ്യില്ല. അള്ളാഹ് നീതിമാനാണ്. അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും കിട്ടും. അല്ല അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് മാറ്റണ്ട. എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിന് അറിയാം, നിങ്ങളുടെ കാര്യം മാത്രമല്ല. അപ്പൊ രണ്ടാമത്തെ വിഭാഗം, അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുന്നു, الذين يحمدون الله في السراء والضراء ويدخلون الجنة بغير حساب. സന്തോഷത്തിലും സങ്കടത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മനസ്സുള്ളവർക്ക് സ്വർഗം ഫ്രീ ആണ്, വിചാരണയൊന്നുമില്ല. അതൊരു വല്ലാത്ത മനസ്സാണ്. എല്ലാവർക്കും ഉണ്ടാവൂലല്ലോ. ഇവിടെ സ്വാഗത പ്രഭാഷകനായ പ്രിയപ്പെട്ട ഉസ്താദ് നിറഞ്ഞ മനസ്സോടി
5 മിനിറ്റ് മാത്രം സംസാരിച്ചത് കാളമ്പാടി 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 എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം ഉണ്ട്. ഉസ്താദിന്റെ മക്കൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോ ജാമിയ നൂരിയയിൽ ഹദീസിന്റെ പേജ് മറിച്ച് കിതാബ് ദറസെടുത്തുകൊണ്ടിരിക്കുമ്പോ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ മക്കൾ പോയല്ലോ, മക്കൾ മരണപ്പെട്ടല്ലോ. ആ സമയത്ത് മനസ്സുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിന്റെ ബാക്കി ഭാഗം പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിനോളം ധൈര്യമുള്ള ഒരാള് ഇനി അത് കാണിച്ചു തരണം. നമുക്ക് അല്ലാഹു തആല ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ഇത് പറയുന്ന എനിക്കോ ഇത് പറയുന്ന നിങ്ങൾക്കോ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞു കൊള്ളണമെന്നില്ല. അതൊരു സാഹചര്യമാണ്. നമ്മുടെ മനസ്സ് അല്ലാഹുമായിട്ട് ലയിക്കുമ്പോഴാണ് നമുക്കതിനൊക്കെ സാധിക്കുക. അല്ലാഹുമായി നമ്മുടെ മനസ്സ് ലയിക്കുമ്പോഴാണ് അത് നമുക്ക് സാധിക്കുക. ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹം വലിയ രാജാവാണ്. ആ രാജാവ് ക്ഷണിച്ചു മഹാനായ ഉർവ റളിയല്ലാഹു അൻഹുവിനെ രാജാവ് ക്ഷണിച്ചപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മകൻ പറഞ്ഞു, ഉപ്പ ഞാനും കൂടി വരികയാണ്. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിന്നെ പുറത്തു കൊണ്ടുപോകാൻ എനിക്ക് പേടിയാ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല, ഉപ്പാ ഉപ്പയോടൊപ്പമല്ലേ ഞാനും കൂടി വരട്ടെ. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ തുമ്പ് പിടിച്ച് പൊന്നുമോൻ അബ്ദുൽ മലിക്, ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോ ആ കൊട്ടാരത്തിന്റെ 4 ഭാഗത്ത് തോട്ടങ്ങളുണ്ട്, ഒട്ടകങ്ങളും കുതിരകളുമുണ്ട്, പ്രജകളുണ്ട്, പരിവാരങ്ങളുണ്ട്, സന്തോഷമുള്ള കാഴ്ചകളുണ്ട്. കണ്ടപ്പോ മനസ്സിന്റെ അകത്ത് സന്തോഷം തോന്നിപ്പോയി. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് മകൻ പറഞ്ഞു, ഉപ്പ ഞാൻ ഇവിടെ നിന്ന് കാണട്ടെ. ഉപ്പ രാജാവിനോട് സംസാരിച്ചിട്ട് വാ. മക്കളെ 2 മാസത്തെ ലീവിന് നാട്ടിൽ പോയാൽ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് കടൽ കാണാൻ കൊണ്ടുപോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഇപ്പൊ സഹോദരിമാര് പറയാം, അൽഹംദുലില്ലാ നിങ്ങളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ മൊയ്ലാരെ, അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കാൻ കൊണ്ടുപോകണമെന്നല്ല. വാപ്പ ഉമ്മ മക്കൾ സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് പോവാം. നമ്മളിന്നിപ്പോ ഇവിടെ എന്താണ് സൗദി അറേബ്യയിലെ യാമ്പൂര് പോയപ്പോ തങ്ങളും ഞാൻ നിയ്യത്ത് ചെയ്തു കുടുംബമായിട്ട് അവിടെ വന്ന് ഇൻഷാ അല്ലാഹ് കണ്ട സന്തോഷമായിട്ട്. അവിടെ നല്ല ബീച്ച്, നല്ല രസം, വലിയ ബഹളമൊന്നുമില്ല, ശാന്തം, ഒരു ദ്വീപ് പോലെ തന്നെ. അവിടെ ഒരു അമീർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു അത് പറഞ്ഞാൽ 3 ദിവസത്തെ വാതിലുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അള്ളാഹു ദീർഘായുസ്സ് ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ. ഇതാ പ്രശ്നം. ഇതാണ് ഇപ്പൊ പ്രവാസികൾക്ക് നടക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർക്ക് അങ്ങനെ ഒരുപാട് കൊണ്ടു കൊടുക്കണ്ട. ഇപ്പൊ എല്ലാ സാധനവും നാട്ടിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൊണ്ടു കൊടുക്കാൻ നിൽക്കണ്ട. അതൊരു അബദ്ധ ശീലമാണ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളൊക്കെ വന്നാലും അത്യാവശ്യം എന്തെങ്കിലും പ്രധാനപ്പെട്ട മരുന്ന് പോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനം അത് വേണമെങ്കിൽ കൊണ്ടുപോകുന്ന അതൊരു ഉപകാരമാണല്ലോ, മറ്റൊരു പ്രഹസനമാണ്, അത് ശരിയല്ല. അപ്പൊ ഇത് മാത്രമാണെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുക. മക്കളെ കൊണ്ടുപോകണം, മക്കളെ സന്തോഷിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ കാന ലഹു വലദുൻ ഫൽയതസാഫല, ആർക്കെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരെ പോലെയാവുക, നിങ്ങൾ അവരെ പോലെയാവുക. അല്ലാഹുവിന്റെ റസൂല് പറയാ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ പ്രായം എത്രയാണോ ആ പ്രായം പോലെ നിങ്ങളാവുക. കുതിര കളിക്കുക, ആന കളിക്കുക. ഞാൻ നാളെ 6:30 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിലെത്തും. 9 മണിക്ക് പ്രസംഗിക്കാൻ പോകണമെങ്കിൽ ഇടയ്ക്ക് 2 മണിക്കൂർ കിട്ടുമല്ലോ. ആ പ്രിയപ്പെട്ട മക്കൾ അവർക്കറിയാം മലപ്പുറത്താണ് പ്രസംഗിക്കാൻ, സൗദിയിലാണ് പ്രസംഗം, അതൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. ആ പ്രിയപ്പെട്ട മക്കളെ ഇത്തിരി നേരം അവരെ പോലെ ഒന്നാകാൻ നമുക്ക് മനസ്സ് വെക്കണം. നമ്മള് ഇന്നലെയാണെന്ന് തോന്നുന്നു ഏതൊരു വീട്ടിലിരുന്നപ്പോ അവിടുത്തെ ഒരു കുഞ്ഞുമോൻ ഒരു ബോൾ എടുത്തിട്ടു, തങ്ങൾ ബോൾ ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ നോക്കുമ്പോ ആരെങ്കിലും കണ്ട് യൂട്യൂബിലിട്ട പോരെ, തീർന്നില്ലേ കഥ, തങ്ങള് സൗദി അറേബ്യ പോയി ബോൾ കളിക്കണം എന്ന് പറയും. പക്ഷേ പൂ പോലെ മൃദുലമായ പാവപ്പെട്ട തങ്ങൾ അതിന്റെ ഉള്ളുകള്ളി ഒന്നും ചിന്തിക്കൂലല്ലോ. മൻകാന ലഹു വലദുൻ ഫൽയതസാവല, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പോലെയാവുക. അള്ളാഹു പടച്ച തമ്പുരാൻ മക്കളെ സ്നേഹിക്കാൻ തൗഫീഖ് തരട്ടെ. റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറയുന്ന, മോനെ സൂക്ഷിക്കുക. പൊന്നുമോൻ പറഞ്ഞു, ഉപ്പാ ഞാൻ സൂക്ഷിച്ചുകൊള്ളാ. അള്ളാഹുവേ പടച്ചവനെ, തോട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ ഇറങ്ങി ചെല്ലുമ്പോ ഒരു വലിയ കുതിരയരാ തന്റെ കാലുകൊണ്ട് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനെ ചവിട്ടി തൊഴിച്ചിടുകയാ. അവിടെ കിടന്ന് പിടയ്ക്കുന്ന
നിലവിളിക്കുന്നു, ആരും കാണുന്നില്ല. രണ്ടാമതൊന്ന് ചവിട്ടുന്നത് പ്രിയപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗത്തായിരുന്നു. അല്ലാഹുവേ, ഒന്ന് പൊങ്ങി പിടഞ്ഞിട്ട് ആ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാണ്. അവസാനം പരിവാരങ്ങൾ പ്രജകൾ കണ്ടിട്ട് ഓടി വരികയാ. ഉർവ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന രാജാവിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങളുടെ പൊന്നുമോനതാ താഴെ മരിച്ചു കിടക്കുകയാണ്. നിങ്ങളുടെ പൊന്നുമോൻ മരിച്ചു കിടക്കുകയാ. എന്തുകൊണ്ട് പ്രജകളെ കുറ്റപ്പെടുത്തിയില്ല? പരിവാരങ്ങളെ തെറി വിളിച്ചില്ല, ചീത്ത വിളിച്ചില്ല. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പ്രവാസികളെ, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. നാട്ടിൽ ഫോൺ വിളിക്കുമ്പോ നിങ്ങളുടെ ഭാര്യ പറയും, നിക്കാ പൊന്നുമോന് പനിയാണ്, എനിക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറയുമ്പോ മാറി എന്നുകൊണ്ട് കരയണ്ട ഗൾഫുകാരാ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഖുർആൻ ഓദിക്കോ. ഇത് സൗദി അറേബ്യയല്ലേ? അള്ളാഹു നിനക്ക് ഭാഗ്യം ചെയ്തില്ലേ ഈ മണ്ണിൽ ജീവിക്കാ? ഇവിടെ നിന്നിട്ട് വേദനയോടെ പടച്ചവനോട് ദുആരുന്നോ. അല്ലാതെ ആത്മഹത്യ പരിഹാരമല്ല, എടുത്തുചാടല് പരിഹാരമല്ല. സമാധാനം വേണ്ടേ? അള്ളാഹു തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തൊരു കാര്യം നടത്താൻ ഒരാൾക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പ് വന്നിട്ട് ഉർവ റളിയല്ലാഹു അൻഹു ഓതിയ ഒരു ആയത്ത് എന്തെന്നറിയോ? ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നാളെ പരലോകത്ത് വലിയ സമ്മാനമാ കൊടുക്കുന്നത്, വലിയ സമ്മാനമാ കൊടുക്കുന്നത്. എന്റെ പൊന്നുമോന്റെ വിയോഗത്താൽ അല്ലാഹുവിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞ വിചാരണയില്ലാതെ സ്വർഗം പുൽകാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുമ്പോ, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ അല്ലാഹ് വീണ്ടും ബഹുമാനപ്പെട്ടവരെ പരീക്ഷിക്കുകയാണ്. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഒരു മാരക രോഗം അല്ലാഹു കൊടുക്കുകയാണ്. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലും പഴുത്തിറക്കുകയാണ്. വൈദ്യ ചികിത്സന്മാര് കടന്നു വന്ന് ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ തീരുമാനിക്കുകയാ. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, നിന്റെ പൊരുത്തം അതാണെങ്കിൽ എന്റെ കാല് മുറിക്കുന്നത് എനിക്ക് പരാതിയില്ല. ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, പച്ചയ്ക്ക് മുറിച്ചെടുത്താൽ വേദനയാണ്, അതുകൊണ്ട് മയക്കുമരുന്ന് തരട്ടെ, അതുകൊണ്ട് മദ്യം തരട്ടെ, ലഹരി തരട്ടെ. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഞാൻ ലഹരി കുടിച്ചിട്ട് ബോധമില്ലാതെ എന്റെ കാല് മുറിച്ചു മാറ്റിയോ അല്ലാഹുവിന്റെ അടുത്തുനിന്ന് എനിക്ക് അത്ര പ്രതിഫലമേ കിട്ടുകയുള്ളൂ. പച്ചയ്ക്ക് മുറിച്ചു മാറ്റുമ്പോ ആ വേദന ഞാൻ കാർന്നു തിന്നുമ്പോ കാരുണ്യവാനായ റബ്ബിനിക്ക് തരുന്ന പ്രതിഫലം വളരെ വലുതാ. ഉർവ റളിയല്ലാഹു അൻഹു അവിടെയും പരാജയപ്പെടുന്നില്ല. പച്ചമാംസം വെട്ടിയെരിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കാലും കറ്റം വെട്ടിമാറ്റുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു ആ വെട്ടിമുറിച്ച കാലെടുത്ത് വെച്ചിട്ട് കാലിനോട് പറഞ്ഞതെന്താ? വഅംറുകമാ അഹ്വൈതു കഫിലി ലിരിബിയതി വലാ ഹമലത്നി നഹ്വഹാ ഇശതിൻ ദിജിലി. ഹറാമിലേക്ക് ഇന്ന് വരെ ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഹറാമിലേക്ക് ഇന്ന് വരെ നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല, മോശത്തരത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നാ കാര്യം നോക്കി ധൈര്യത്തോടെ പറഞ്ഞിട്ട് പറയാ, പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയാൻ ഉർവയുടെ കാൽപ്പണ്ടിന് ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ ഒരുപാട് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്. അല്ലാഹുവേ, അത്തിപ്പറ്റ ഉസ്താദ് ഇപ്പോഴും ഗൾഫ് രാജ്യത്ത് വരുമല്ലോ ദീനീ നസീഹത്തിന് വേണ്ടിയിട്ട്. അല്ലാഹു രോഗശാന്തി കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എത്രയോ സാധുക്കളായ മുഖരിസീങ്ങളായ പണ്ഡിതന്മാര്. എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു അറബി കോളേജിനെ കുറിച്ച് പറയാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സ്ഥാപനത്തിന്റെ ആരോരുമല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, 3 മാസം സംസാര ശേഷിയില്ലാതെ വീട്ടിൽ കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞതാ, അല്ലാഹു സംസാരം തന്ന സമയത്ത് ഒരു അറബി കോളേജ് തുടങ്ങിയിരുന്നെങ്കിലോ, ഒരു ദറസ് തുടങ്ങിയിരുന്നെങ്കിലോ, ഒരു പള്ളി വെച്ചു കൊടുത്തിരുന്നെങ്കിലോ, തൊണ്ടയടഞ്ഞാല് അല്ലാഹുവേ നാളെ പരലോകത്ത് നിന്റെ പുണ്യം കിട്ടും
കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞ വാക്ക് മനസ്സിന്റെ അകത്ത് തപ്പിക്കളിക്കുമ്പോ എന്നെങ്കിലും ഈ ശബ്ദം അങ്ങ് നിലച്ചു പോയാൽ പണക്കാട് തങ്ങളുടെ പേരിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ചെലവഴിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ പറയാൻ പറ്റുന്ന ഭാഗ്യമുണ്ടല്ലോ. അതെന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമോ, എനിക്ക് പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ. ഉമർ അലി ശിഹാബ് തങ്ങളെന്ന കറാമത്തുകളുടെ കനക കൊട്ടാരമായ ബഹുമാനപ്പെട്ട സയ്യിദവരുടെ പേരിൽ നൂറുകണക്കിന് ഹാഫിദീങ്ങൾക്ക് ഖുർആൻ ഓതി പഠിക്കാൻ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു സൗദത്തിന് വേണ്ടി റിയാദിന്റെ മണ്ണിൽ എല്ലാ ക്ഷീണവും മറന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാറ് വാതോരാതെ പൊട്ടിപ്പകർന്ന മനസ്സുമായിട്ട് പ്രസംഗിച്ചതിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ അവരെന്റെ അടുത്തേക്ക് വരണമെന്ന പ്രതീക്ഷയാ. അവര് കൈവിരൽ തുമ്പ് പിടിച്ചു, മോനെ ഞങ്ങളെ സ്നേഹിച്ചവരെ നിനക്ക് ഞങ്ങളുണ്ടതാന്ന് പറയുന്ന കൊതിയാണ് പ്രിയപ്പെട്ടവരെ. ശംഷാദ് സലീം എന്ന ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞുണ്ട്, സന്തോഷത്തോടെ നോക്കിയിട്ട് വീട്ടിലിരുന്നാ പോരെ, പക്ഷെ ഇറങ്ങി നടക്കുന്നതിനാ നിങ്ങൾ 1 ലക്ഷം കൊടുക്കുമ്പോ 10,000 കമ്മീഷൻ എടുക്കാറില്ല. ടിക്കറ്റിന്റെ കാശ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെടുക്കാത്ത ഒരു അവസ്ഥ വരുത്തിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരാ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരാ, മഹാനായ ഉർവ റളിയല്ലാഹു തആല ആ കാല് നോക്കിയിട്ട് പറയുന്ന ദീനിന് വേണ്ടി ഓടാനല്ലാതെ, ദീനിന് വേണ്ടി പരിശ്രമിക്കാനല്ലാതെ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പരലോകത്ത് എനിക്കെതിരാവാൻ ഒരിക്കലും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഹബീബല്ലാഹ്, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ പറയുക. ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ? ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ? ഗൾഫുകാർക്ക് അല്ലാഹു ജോലിയെല്ലാം കഴിഞ്ഞ് ലീവെല്ലാം തീർന്ന നാട്ടിൽ ചെല്ലുമ്പോ അവസാനം അല്ലാഹ് കൊടുക്കുന്നത് വലിയൊരു രോഗമല്ലേ? മക്കളെ ചവിട്ടി തേച്ച് റൂമിന്റെ മൂലക്കിടുന്ന ഗൾഫുകാരാക്കി അല്ലാഹു നമ്മളെ മാറ്റാതിരിക്കട്ടെ, അല്ലാഹു നമ്മളെ മാറ്റാതിരിക്കട്ടെ. ജീവിതത്തിന്റെ പകുതിയിലേറെ ഭാഗം പൊരിവെയിലത്ത് പണിയെടുത്ത് മുടി കൊടിഞ്ഞു പോയി, ഷുഗറും പ്രഷറും ഒക്കെ വന്ന് അവസാനം അല്ലാഹുവേ മക്കള് വീട്ടിന്റെ അകത്ത് തട്ടിക്കളിക്കുന്ന ബോള് പോലെ ഒരു മയ്യത്ത് പോലെയുള്ള ശരീരമാക്കി അല്ലാഹു നമ്മളെ മാറ്റാതിരിക്കട്ടെ. എങ്കിലും സഹോദരാ നീ തളരണ്ട, നീ കുടുംബത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഒന്നെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങൾ, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ ആങ്ങളമാര്, അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. നീ തളരണ്ട. അബൂ ഹനീഫ ഇമാം പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സഹോദരൻ തന്റെ ഉമ്മാക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അവന്റെ ജീവിതം മറന്നിട്ട് അവനങ്ങ് മരിച്ചുപോയാൽ അവന് ഷഹീദായി 1000 വെട്ടുകെട്ടിയ ഷഹീദിന്റെ കൂലിയെന്ന് മഹാനായ അബൂ ഹനീഫ ഇമാം പറയുമ്പോ തളരണ്ട ഗൾഫുകാരാ, പിളരണ്ട ഗൾഫുകാരാ, എന്ത് വന്നാലും നേരിടുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അല്ലാഹുവിനോട് ദുആരക്കണം. ഇവിടുന്ന് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചിട്ടും വേദന പോലും മാറാത്ത ക്യാൻസർ പോലെയുള്ള രോഗം അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലോ നീ തരല്ല അല്ലാ. അത് മറക്കാതെ ദുആരക്കണം. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, എന്നെയും തങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന യാത്രയാണ്. നമ്മൾ ദ്വാരക്കണം. കടഭക്ഷണം, ഹോട്ടൽ ഭക്ഷണമാണ് കൂടുതൽ നമ്മൾ കഴിക്കുക. നമ്മൾ ദ്വാരക്കണം. അള്ളാഹു രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. വലിയ രോഗം വന്നാൽ പിന്നെ ദീനീ ഹിദ്മത്തൊന്നും നടക്കൂല, വീട്ടിലൊരു ഭാഗത്ത് കിടക്കാനേ പറ്റൂ. അന്നേരം ആരും ഉണ്ടാവൂലല്ലോ. ഒറ്റ നെയ്യത്ത് നിങ്ങളോട് ഞാൻ പറയാം, ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരവസ്ഥ അല്ലാഹ് വരുത്തല്ല. അല്ലാഹ് ദ്വാരക്കണം. അത് ഭാര്യക്കാകട്ടെ, മക്കൾക്കാകട്ടെ, ഉമ്മാക്കാകട്ടെ, ഉപ്പാക്കാകട്ടെ, കുടുംബത്തിനാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് രോഗം മാറ്റിക്കൊടുത്ത ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടി ഇപ്പോ ഈ സമയത്ത് 3 സലാത്തിൽ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വിടും. ഒറ്റ നെയ്യത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് തരണം. ഒറ്റ നെയ്യത്ത്. ഇതിന്റെ ഒരു നാണയത്തൊട്ടും എനിക്കോ തങ്ങൾക്കോ ശംഷാദിനോ ഇവിടുത്തെ സംഘാടകർക്കോ ആർക്കുമല്ല. അവര് ഹൈദരലി തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ആ സൗകര്യമൊക്കെ കൊടുത്തത് ഇന്നു മാത്രമേ ഉള്ളൂ. ഈ നാണയത്തൊട്ട് മുഴുവനും എത്തുന്നത് അൽഹംദുലില്ലാഹ് കരിങ്കല്ലത്താണിയിലെ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ആ മനോഹരമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ അകത്തേക്കാണ്. അവിടെ 1 കോടി രൂപയാണ്. അവിടെ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഉൾപ്പെടെ അവിടുത്തെ മലബാറിന്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ പ്രസംഗിച്ച് സഹോദരിമാരിൽ നെഞ്ചു പൊട്ടിക്കരഞ്ഞിട്ട് തങ്ങളുടെ പേരിലുള്ള സ്ഥാപനം പട്ടിയും പൂച്ചയും കയറി അടപ്പില്ലാതെ നോക്കാനാളില്ലാതെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ മയ്യത്ത് ജബ്ബാർ എന്നറിയപ്പെടുന്ന ഒരു ഉസ്താദുണ്ട്. നിങ്ങൾക്കറിയോ? എനിക്ക്
നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. തങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, സംഷാദിനറിയാം, ഇവിടെയുള്ള പല ഉസ്താദുമാർക്കറിയാം, ആലിക്കുട്ടി ഉസ്താദുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ലതുപോലെ അറിയാം. മയ്യത്ത് ജബ്ബാർ എന്നാ പറയാം. വലിയൊരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ നിന്നും മരണമുറപ്പിച്ച് ആംബുലൻസിൽ കയറ്റി തിരിച്ചുവിട്ടയാളാണ്. ഖബർ വെട്ടി പള്ളിയിൽ ടാർപ്പ ഖബറിന്റെ മുകളിൽ വെച്ചു. എല്ലാ കാര്യങ്ങളും തീരുമാനമായി. മരിപ്പ് വിവരം പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അത് അതൊരു ഉസ്താദായിരുന്നു, അബ്ദുൽ ജബ്ബാർ ഉസ്താദ്. ഉമ്മ ആംബുലൻസിൽ പൊന്നുമോനോടൊപ്പം ഇരിക്കാൻ, മോന്റെ വിരലിങ്ങനെ അനങ്ങി എന്ന് പറഞ്ഞ് ഉമ്മ ബഹളം വെച്ചു. ഉറപ്പാണോ എന്ന് ചോദിച്ചു. അതെ, ഉറപ്പാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മരിച്ചു കഴിഞ്ഞാൽ ചൂട് നിൽക്കുമല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 4 മണിക്കൂർ, പിന്നെ ശരീരത്തിന്റെ തൊലി 4 ദിവസം തൊലി, 4 മണിക്കൂർ തലച്ചോറെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ചെറിയൊരു ചൂടാണ്. അവസാനം ഉമ്മ തറപ്പിച്ചു പറഞ്ഞപ്പോ പിന്നെ കേരളത്തിൽ ആ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം ഒരു സ്ഥലമേ ഉള്ളൂ, പാണക്കാട്ടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. കാരുണ്യവാനായ റബ്ബ് പാണക്കാട്ടേക്ക് ആ പ്രിയപ്പെട്ട വാഹനം എത്തിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർലി ശിഹാബ് തങ്ങൾ എന്തോ ഒരു പച്ചില പറച്ചിട്ട് അങ്ങനെ ഒന്ന് അനങ്ങിയെങ്കിൽ പിന്നെ അവൻ എഴുന്നേക്കണമല്ലോ. അവരൊക്കെ ആരാ സഹോദരങ്ങൾ? അതൊരു മന്ത്രവാദമല്ല, അതൊരു ചികിത്സയല്ല, അതൊരു അവകാശമാണ്. അങ്ങനെ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പൊന്നു എഴുന്നേക്കണമല്ലോ. തങ്ങളൊക്കെ അത് പറയുമ്പോ വളരെ സങ്കടത്തിലാണ് ഓർമ്മപ്പെടുത്തിയത്. ആ നീരങ്ങോട്ട് വാക്യകത്തേക്ക് ഇറ്റു വീട്ടുമ്പോ ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രായമാണ് എഴുന്നേറ്റിരുന്നു അത്രേ. അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇപ്പൊ നിലവിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. നിലവിലുള്ള ആളിനെ കുറിച്ചാണ് പറയുന്നത്, കള്ളമല്ലല്ലോ. നിലവിലുള്ള ആളിനെ കുറിച്ചാണ്. ആ തങ്ങളുടെ പേരിലുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന റിയാലുകൾ മൂട്ടുകെട്ടുകളായി നാട്ടിലെത്തി ആ ബിൽഡിങ്ങിന് പണികിടഞ്ഞ് അവിടെ ഹിഫ്ളുൽ ഖുർആന്റെ മക്കൾ പഠിക്കുമ്പോ ഒറ്റ നെയ്യത്ത്, അതിന് പകരം ഒറ്റ നെയ്യത്ത്, അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ ഈ സമ്പാദിക്കുന്നത് ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരട്ടെ. ഒരു സെക്കൻഡ് മതിയല്ലോ, മകൾക്കോ മകനോ ഉമ്മാക്കോ ഉപ്പാക്കോ ആർക്കെങ്കിലും വരാൻ ഒരു സെക്കൻഡ് മതി. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. 3 സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ വരികയാണ്. വേഗം വരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, എല്ലാ സങ്കടങ്ങളും അനുഭവിക്കുന്ന പാവപ്പെട്ട പ്രവാസികളാണ്. എല്ലാവരും ആരുമില്ല റബ്ബേ അവർക്ക്. അല്ലാഹുവേ, അവരെയും അവരെ മക്കളെയും കുടുംബത്തെയും ക്യാൻസറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, കിട്ടുന്ന റിയാലുകൾ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് മാറാത്ത വേദനയുമായി പെങ്ങളെയും ആങ്ങളെയും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുമ്പോ സഹിക്കാനാകാത്ത മനസ്സുമായി വേദന തിന്നുന്ന ഒരു പരിതാപകരമായ അവസ്ഥ ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവര് കിട്ടുന്ന ശമ്പളം അവരുടെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പൊ നിയ്യത്ത് ചെയ്ത് ബക്കറ്റിലേക്ക് ഇടുന്നത്, ഈ കവറിനകത്തേക്ക് ഇടുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവേ, മരിക്കുന്നത് വരെ മാരക രോഗമായ ക്യാൻസർ നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാ, നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാ, നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാ. അതോടൊപ്പം എന്തൊക്കെ നിയ്യത്താണോ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലുള്ളത്, ആ നിയ്യത്തുകളൊക്കെ കാരുണ്യവാനായ പടച്ചവനെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരു 3 സലാത്തോട് വെള്ളം സല്ലല്ലാഹു അലൈഹി. എല്ലാവരുടെ ഭാഗത്തും ചെല്ലണം, സ്ത്രീകളുടെ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ചെല്ലണം. ഒരു കാറ് മാറ്റി കൊടുക്കണം. ഷവർലെറ്റ് കാറാണ്, നമ്പർ 5975. ആളുകളെ മാറ്റി കൊടുക്കണം. ഉസ്താദ് പറഞ്ഞ വാഹനം നമുക്കൊന്ന്, നമ്മുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥ നമുക്കറിയാം. റോഡ് സൈഡിലാണ് പ്രോഗ്രാം. കഴിഞ്ഞ 3 ദിവസത്തെ പ്രോഗ്രാം വളരെ ടെൻഷനോടുകൂടി തന്നെ, ഇതുപോലെ തന്നെ. കാരണം ഇവിടുത്തെ നിയമാവസ്ഥയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ ഒരു അവസരം അല്ലാഹു തന്നത് വലിയ ഭാഗ്യം, അൽഹംദുലില്ലാ. അത് ഉസ്താദുമാരുടെ ഗുരുത്വം, അൽഹംദുലില്ലാ. ആ ഗുരുത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയും മെനിങ്ങാന്നൊക്കെ യാത്ര ചെയ്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മാത്രം മതി. എന്തൊരവസ്ഥയായിരുന്നു എന്നറിയാം.
പക്ഷെ അതൊക്കെ അത് വിശദീകരിക്കാൻ നേരമില്ല. അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഈ സയ്യിദന്മാരുടെ ഒരുപാട് അനുഭവങ്ങളും കറാമത്തുകളും നമ്മുടെ യാത്രയിൽ ഒരുപാട് നമ്മൾ കണ്ടു. ഇന്നത്തെ മദീന യാത്ര ഉൾപ്പെടെ അൽഹംദുലില്ലാഹ് ഒരുപാട് അനുഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരുടെ ഭാഗത്തും എത്തിയല്ലോ. ഇൻഷാ അല്ലാഹ് മടങ്ങി വരാം. ഒരുപാട് വൈകി, ഒരു 12:30 മണിക്ക് കൃത്യമായിട്ട് ദുആ ചെയ്ത് വരുന്ന രീതിയിൽ കൂടി പോകും. ഇപ്പോഴൊന്നും വേണ്ട, ഞാൻ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ചോദിക്കും സുഹൃത്ത്, അന്നേരം താല്പര്യമുള്ളൊരു ഇൻഷാ അല്ലാഹ് പറയാം. കാരണം അത് വിഷയം മുറിഞ്ഞു പോകണ്ട, സ്ഥാപനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി ആവണ്ട. ഇത്രയും ജനങ്ങൾ പാവപ്പെട്ടവരുണ്ട്, പൈസ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ വിഷയം. കരിങ്കിലത്താണ് ഈ ഖുർആൻ കോളേജ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് രണ്ടാമത്തെ വിഷയം. എന്നെ ഏൽപ്പിച്ചു വിട്ട ഉത്തരവാദിത്വം നിങ്ങളോട് പറയുക. നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുകളുണ്ടാകും, കോടീശ്വരന്മാരുണ്ടാകും, ചിലപ്പോൾ പറയൂല. വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കൊടുക്കണ്ടേ. 1 ലക്ഷം ഞാൻ കൊടുക്കാം, 5 ലക്ഷം കൊടുക്കാന്ന് പറയാം, അത് കൊടുക്കണം. അതിന് ചിലപ്പോൾ ഒരു 5-6 മാസത്തെ കാലാവധിയൊക്കെ വെച്ച് കുറച്ച് കൊടുക്കാം. അത് അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ഇട്ട് തരുന്ന ചിന്തയാണ്. അതിൽ എനിക്കോ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്കോ ഒന്നും കൈകടത്താൻ കഴിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് വളരെ വൃത്തിയായിരിക്കുക. നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ വാഹനം അതിന്റെ ഉടമസ്ഥൻ പോയി എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് വരികയാണ്. വിചാരണയില്ലാതെ സ്വർഗം കിട്ടുന്ന, പരലോകത്ത് അള്ളാന്റെ ഹബീബിന്റെ സങ്കടവും പ്രയാസവും കണ്ടു മനസ്സ് പൊട്ടി ഉരുകി അള്ളാഹു കൊടുക്കുന്ന സന്തോഷത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, 3 വിഭാഗം അവർക്ക് വിചാരണയില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകം പുൽകാനുള്ള ഭാഗ്യം ഞാൻ കൊടുക്കുന്നതാണ്. 2 വിഭാഗത്തെ പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ റസൂലെ അതൊരു മത്സരമാണ്, അതൊരു മത്സരമാണ്. വസാബിഖൂന ബിൽ ഖൈറാത്ത് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ് വസാബിഖൂന ബിൽ ഖൈറാത്ത്. നന്മകളിൽ മത്സരിച്ച് 1-ാം സ്ഥാനം നേടുന്നവർക്ക് അള്ള പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ പരിശോധനയില്ല, ഇവിടെ ഞെക്കി നോക്കലില്ല, ഇവിടെ തൂക്കി നോക്കലില്ല. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. എത്രയോ മത്സരങ്ങൾ കണ്ടിട്ടുള്ള പ്രവാസികളെ, എത്രയോ മത്സരങ്ങൾ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഒരു മത്സരം നടക്കുന്നുണ്ട്. സംഘാടകര് തീരുമാനിച്ചു, ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ നമുക്കൊരു മത്സരം വെക്കണമല്ലോ. എന്താണ് ജനശ്രദ്ധ? ഭർത്താവ് ഭാര്യയെ തലയിൽ ചുമന്നുകൊണ്ട് ഓടുക, ആദ്യം ജയിക്കുന്ന ആളിന് സമ്മാനം. ഭാര്യയെ തലയിൽ ചുമന്ന് ഭർത്താവ് ഓടുക. അപ്പൊ സംഘാടകര് പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്ന് ഇവിടെ തരണ്ട, എല്ലാവരും അങ്ങനെ ഒരു മത്സരം നടത്തിയ ജനങ്ങൾ വരുമോ? പക്ഷേ ആ മത്സരത്തിന് തീരുമാനമായപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ആ മത്സരത്തിനായിരുന്നു. ചില ഭർത്താക്കന്മാർ വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെയും പണ്ടാരടങ്ങി അവിടെ നിന്ന് തറയുമെന്ന് വീണ് ചാവണമെങ്കിൽ അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു. ഏതായാലും അതിന് ആള് കൂടുതലേ, വൃത്തികെട്ട മത്സരങ്ങൾക്ക് ആള് കൂടുതലാണ്. നമ്മുടെ നാട്ടുംപുറങ്ങളിൽ കേരളത്തിന്റെ മുസ്ലിം ഭവനത്തിന്റെ ഉള്ളറയിലിരിക്കുന്ന ചാനലുകൾ ഭർത്താക്കന്മാരുടെ മത്സരം വെച്ചില്ലേ, ഭാര്യമാരുടെ മത്സരം വെച്ചില്ലേ. ഭർത്താവിന്റെ കഴിവുകേട് തുറന്ന് ചാനലിലൂടെ ലോകത്തിന് സമ്മതിച്ചു കൊടുത്ത പെണ്ണിന് സമ്മാനം കിട്ടി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഭർത്താവിനെ കൊണ്ട് കുറെ മണകൊണാഞ്ചം ഭർത്താക്കന്മാർ ചെന്നിട്ട്, എന്താ ഇങ്ങനെ പ്രാപ്പിള് പോലെ പെരുവിയാ മാത്രം മതിയോ? തന്റെ ഇടം വേണ്ട സഹോദരങ്ങളെ. അതിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പങ്കെടുക്കുന്നത്, മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം ഉള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിം പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതൊക്കെ ഒരു മത്സരമാണ്. നമ്മുടെയൊക്കെ കേരളത്തിൽ ഇന്ന് കൂടുതൽ കുടുംബശ്രീയുടെ മത്സരമാണ് നടക്കുന്നത്, വടംവലി മത്സരം. വിവാഹം കഴിഞ്ഞ താത്തമാരും വിവാഹം കഴിയാത്ത താത്തമാരും. ജയിക്കുന്നത് വിവാഹം കഴിഞ്ഞ താത്തമാരെ. ഇപ്പൊ അവരാണല്ലോ ഒളിച്ചോട്ടം കൂടുതൽ. ഇപ്പൊ അവരാ, മറ്റത് വിവാഹം കഴിയാത്തവരായിരുന്നു പണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു ഗ്യാസ് കുറ്റി മക്കളെ കൊണ്ട് ഒളിച്ചോടുക. കാരണം ഭർത്താവ് ഒന്നിലേക്ക് കുഴപ്പമില്ല, ഗ്യാസ് കുറ്റി വേണമെന്ന്.
അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ഇന്ന് ആ രീതിയിലുള്ള പല മത്സരങ്ങളും നമുക്കറിയാം. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരുപാട് മത്സരങ്ങളുണ്ട്. അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ മത്സരിച്ചത് 2 മക്കളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ തെറിവിളിച്ച അബൂജഹലിന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് പാതിരാ സമയത്ത് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കാത്തിരുന്ന മുആദ് എന്ന പൊന്നുമോനെ, മുഅവ്വിദ് എന്ന പൊന്നുമോനെ. ഉമ്മ ബഹളം കേട്ട് വന്നു, മക്കളെ നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? മക്കൾ പറഞ്ഞ അബൂജഹലിന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞപ്പോ ജ്യേഷ്ഠൻ പറയുന്നു അവൻ വെട്ടുമെന്ന്. ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ അടികൂടന്റെ ബഹളം വെക്കണ്ട. അബൂജഹലിന്റെ തല നാളെ ആര് വെട്ടിയാലും അതെന്റെ മക്കളായിരിക്കണേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു ഉമ്മായ എന്ന് ലോകത്തിന് കാണിച്ചു തരാൻ പറ്റോ? മദ്രസയിൽ പോയാലും ഉമ്മാക്ക് കുറച്ചിലാണ്, അത് കേൾക്കാൻ പോയാലും ഉമ്മാക്ക് കുറച്ചിലാണ്, സുബഹിക്ക് പള്ളിയിൽ പോയാലും ഉമ്മാക്ക് നാണക്കേടാണ്. അങ്ങനെയുള്ള ഉമ്മ, നിന്റെ മക്കള് നാളെ നീ മരിച്ചു കിടന്നാൽ ഒരു പട്ടിയെ കുടിച്ചിട്ടലാകവത്തോടെ ആ കബറിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്നല്ലാതെ ഒരു സലാം പറയുമെന്ന തോന്നലെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് വേണ്ട, എന്റെ പെങ്ങളെ നിനക്ക് വേണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദീനിന്റെ പേരിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ മത്സരിച്ചതാരാ? ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, 2 ഉമർ ഇബ്നുൽ ഖത്താബ്. അവർ വല്ലാത്ത മത്സരാർത്ഥികളായിരുന്നു. പക്ഷേ എവിടെയും വിജയിക്കുന്നതാരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എവിടെയും വിജയിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ്. ഒറ്റ കാര്യത്തിൽ മാത്രം ഉമർ റളിയല്ലാഹു അൻഹു വിജയിച്ചു. ഏത് കാര്യമാണെന്നറിയോ? ഖബർ ജീവിതത്തിന്റെ അത്യത്ഭുതങ്ങൾ എന്ന കാസറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഏറ്റവും അധികം കാസറ്റ് കേൾക്കുന്നതും മറ്റൊക്കെ നിങ്ങളാണ്. കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനകത്ത് പറയുന്നുണ്ട് ആ സംഭവം. ഒരു കാര്യത്തിൽ മാത്രം ഉമർ റളിയല്ലാഹു അൻഹു വിജയിച്ചു. ബാക്കിയുള്ളതിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് വിജയിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിജയിച്ചത് എന്തിന്റെ പേരിലാ? മത്സരമായിരുന്നില്ല, മൽപിടുത്തമായിരുന്നില്ല, പിന്നെയോ ഓട്ടവും ചാട്ടവുമായിരുന്നില്ല. പിന്നെയോ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അധികം മക്കളെ പോലെ കുടുംബത്തെ പോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഒന്നാണ് സമ്പാദ്യം എന്ന് പറയുന്നത്, സ്വത്ത് എന്ന് പറയുന്നത്. ആ സ്വത്ത് ചിലവഴിക്കാൻ ഒരു മത്സരം അല്ലാഹുവിന്റെ റസൂൽ നടത്തിയല്ലോ. ആ കാലഘട്ടത്തിലെ ഏറ്റവും പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ സഹാബികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ KMCCയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. പാണക്കാട് ശിഹാബ് തങ്ങളുടെ, ഞാനിത് പറയുമ്പോ ലീഗുകാരനാണ് എന്ന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ PDPക്കാരനും തങ്ങളെ കുറിച്ച് പറഞ്ഞ ലീഗുകാരനും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നിഷ്പക്ഷമായ രാഷ്ട്രീയവാദിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് പാണക്കാട് കുടുംബത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, KMCCയെ കുറിച്ച് ഞാൻ പറയുന്നത്, KMCC എന്ന മാനുഷിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പാണക്കാട് കുടുംബത്തെ കുറിച്ച് പറയുന്നത് ഞാനൊരു 101% ഒരു സുന്നത്തി ജമാഅത്തുകാരനായതുകൊണ്ടാണ്. ശംസുൽ ഉലമ സ്റ്റേജിലിരിക്കുമ്പോ 5 വയസ്സുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മകൻ വന്നാൽ പ്രായാധിക്യത്തിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. ഇത് നമ്മൾ ബഹുമാനിക്കേണ്ട സഹോദരൻ. അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗ്ഗം പുൽകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. പാണക്കാട് തങ്ങൾ വിട പറഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് 6.5 ലക്ഷം 7 ലക്ഷം രൂപയ്ക്ക് അതൊക്കെ ആരാ കൊടുക്കുന്നത്? ബഹ്റൈനിൽ ഗൾഫിൽ കഴിയുന്ന 100 പ്രവാസികൾക്ക് വർഷങ്ങളായി ബഹ്റൈനിൽ കഴിയുന്നു. അവർക്ക് വീടില്ല. അവർക്ക് 100 പ്രവാസികൾക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിന് എന്നെ വിളിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ പ്രവാസികളിൽ ഒരു പാവപ്പെട്ട സഹോദരന്റെ കത്ത് ഇവിടെ ഉണ്ടായിരുന്നു. 18 കൊല്ലം ബഹ്റൈനിൽ ജോലി ചെയ്തു ഉസ്താദേ. ഇന്ന് എന്റെ കാല് മുറിക്കപ്പെട്ടു. ഞാൻ വാടകകളിലാണ്. ഞാൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം സ്വന്തം വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണമെന്ന്. 18 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേർക്ക് ഞാൻ വീട് വെക്കാൻ സഹായിച്ചു. ദീനീ പ്രവർത്തനത്തിനോടി KMCCയുടെ പ്രവർത്തകനായിരുന്നു. മയ്യത്ത് കുളിപ്പിക്കാനും അപകടത്തിൽപ്പെട്ടാൽ രക്തം പുരണ്ട ശരീര ശകലങ്ങളെ വാരിയെടുക്കാനും ഞാൻ മനസ്സ് വെച്ചു. തിരിഞ്ഞു നോക്കാത്ത ബംഗാളി അപകടത്തിൽപ്പെട്ടപ്പോ അവനെ വരെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അവന്റെ നാട്ടിലെത്തിക്കാൻ വേണ്ടി വിയർപ്പൊഴിക്കവനാ ഞാൻ. എന്റെ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് 1ാമത്തെ വീട് ആ സഹോദരന് വേണ്ടി പിരിക്കാൻ നിങ്ങളെപ്പോലെ എത്രയോ നന്മയുടെ മനസ്സുള്ളവർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആ സഹോദരൻ ഞാൻ വെക്കുന്ന വീട്ടിൽ കിടക്കണം, ആ സഹോദരൻ ഞാൻ കൊടുക്കുന്ന വീട്ടിൽ കിടക്കണം.
പാണക്കാട് കുടുംബത്തിൽ ഒരു പാവപ്പെട്ട ഹൈന്ദവ മതത്തിലെ സഹോദരൻ വന്നു. ഇവിടെയുമുണ്ടല്ലോ ഒരു 2-3 പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് സ്വന്തം ആരാധനയുടെ ആഘോഷം മാറ്റിവെച്ച് അവിടെ വന്നിരുന്നു. അവസാനം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോവാൻ നേരത്ത് ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. തിരിച്ച് സ്റ്റേജിൽ കയറിയിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ആഘോഷം മാറ്റിയത് ഇങ്ങനെ ഒരു തലയെക്കെട്ട് കെട്ടിയ ഷാലിട്ട ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു 2 വരി കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ് എന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ അംഗീകരിച്ചതല്ല. ആ സ്നേഹവും ആ സാഹോദര്യവും നമ്മുടെ മഹത്തുക്കളായ പണ്ഡിത സൂര്യ തേജസ് നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചതാണ്. ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട ഹൈന്ദവരെ നമ്മൾ എന്തിനു ഉപദ്രവിക്കണം? ഒന്നും അറിയാത്ത പാവപ്പെട്ടവരെ നമ്മളെന്തിന് പുച്ഛിക്കണം? അറിയുന്നവരുണ്ട്, ധിക്കാരികളുണ്ട്, അവരെ എന്റെ പ്രിയപ്പെട്ടവരെ ആ കണ്ടുകൊണ്ടല്ലേ നമ്മൾ കാണുള്ളൂ. നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്ന, നമ്മുടെ മക്കളെ ഉപദ്രവിക്കുന്ന, പലസ്തീന്റെ മണ്ണിൽ 5 വയസ്സുള്ള നിസ്കാരപ്പിഴമ്പുള്ള ഏതെങ്കിലും ഒരു പയ്യൻ ലോകത്തുണ്ടെങ്കിൽ ഫലസ്തീന്റെ ഗാസയുടെ പെരുവോരത്ത് പിടഞ്ഞു വീടാ പാവപ്പെട്ട പൊന്നുമോന്റെ നെറ്റിപ്പടത്തിലല്ലേ ഉള്ളൂ 5 വയസ്സിൽ നിസ്കാരത്തഴമ്പ്. ലോകത്തെവിടെയെങ്കിലും ഉണ്ട് 5 വയസ്സിൽ നിസ്കാരത്തഴമ്പ്. ആ രാജ്യത്തിന്റെ സങ്കടം ഇനിയും തീർന്നിട്ടില്ല. അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തിനാണ്? ആ കുടുംബത്തിൽ വന്ന് പാണക്കാട് വന്ന് എനിക്ക് വീടില്ലെന്ന് പറഞ്ഞപ്പോ സയ്യിദ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇരിക്കുന്ന സാദിഖ് അലി തങ്ങളുടെ എളാപ്പയാണ്, അദ്ദേഹം ഫോൺ ചെയ്തിട്ടൊരു KMCC പ്രവർത്തകനോട് പറഞ്ഞിട്ട് ഒരു വീട് ഒരു ഹൈന്ദവൻ അപ്പോഴേ ഓഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ദീനിന് വേണ്ടിയുള്ള മത്സരമാണ്. ആയിരക്കണക്കിന് ഭവനങ്ങൾ പാവപ്പെട്ടവർക്ക് കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തു, വസാബിഖൂന ബിൽ ഖൈറാത്ത്. മുത്തറസൂലേ, അവർക്ക് വിചാരണയില്ല നബിയെ. ആരംഭ റസൂലിന്റെ വാക്ക എന്റെ പ്രിയപ്പെട്ടവരെ കളവല്ല. ആരംഭ റസൂലിന്റെ വാക്ക എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ കളവല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ചു പണം കൊടുക്കുന്ന വിഷയത്തിൽ. കൊണ്ടുവരൂ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അല്ലാഹ് ഇതിലെങ്കിലും ഈ അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. ഉമർ റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ നേർപകുതി കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി എന്താ ബാക്കിയുള്ളത്? പകുതിയുണ്ട് നബി എന്റെ ജീവിതത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു പൊതിയാണ് കൊണ്ടുവന്നത്. ഇനി എന്താ ഉള്ളത്? പൊട്ടിക്കരഞ്ഞു. റസൂലിന്റെ ചാരത്ത് കിടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്ന് കിട്ടാൻ. അള്ളാന്റെ ഹബീബിന് സലാം പറഞ്ഞ തൊട്ടടുത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. മയ്യത്ത് കൊണ്ടുവന്ന് മസ്ജിദ് നബിയുടെ ഭാഗത്ത് വെച്ചപ്പോ ഉമ്മുൽ ഹബീബ് ഇലൽ ഹബീബ് എന്ന അന്തരീക്ഷം പറഞ്ഞു അത്രേ. ഹബീബിന്റെ അടുത്തേക്ക് ഈ ഹബീബിനെ ഒന്ന് ഇറക്കി വെക്കാൻ ലോകത്തൊരു മയ്യത്തിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. അവരത്രയ്ക്ക് ജീവിച്ചത് കൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരുന്നിട്ട് കാര്യമില്ല. ആ ജീവിതം ചരിത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലൂടെ ഒറ്റപ്പെട്ട് പുഴുവരിക്കാതെ കബറിന്റെ തന്തസോടെ കിടക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാൻ ബാക്കി എന്ത് വെക്കാനാ? അല്ലാഹു റസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും മാത്രമേ എനിക്കുള്ളൂ നബിയെ, വേറെ ആരുമില്ല. റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല അബൂബക്കറെ, നിന്നെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ആ ഒരു വിജയം വരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസാബിഖൂന ബിൽ ഖൈറാത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിജയിച്ചില്ലേ? ജൂതന്മാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ കിണർ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് പൊട്ടിപ്പകർന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ഞാൻ വാങ്ങിത്തരാം നബിയേ. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിലെന്റെ കൂട്ടുകാരനാരാ? സ്വർഗ്ഗത്തിലെന്റെ കൂട്ടുകാരനാരാ? അത് ഉസ്മാനാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ എന്തേ പറഞ്ഞത്? والسابقون بالخيرات والسابقون بالخيرات. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഫാഅത്ത് കിട്ടുന്നതിന് ചില യോഗ്യതകൾ നമുക്ക് വേണം. ഇനി അതിലേക്കാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കിട്ടാത്തവരെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി അത് കിട്ടണമെങ്കിൽ ചില ജീവിത രീതി നമുക്ക് ആവശ്യമാണെന്ന് മുത്ത് ഹബീബ് പറയുന്നുണ്ട്. ഇമാം യഹ്യാ ഉലൂമുദ്ദീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. മുത്ത് റസൂൽ
റസൂലിന്റെ കരം പിടിച്ച് സ്വർഗം പുൽക, റെക്കമെൻഡോടെ സ്വർഗത്തിൽ പാറി പറക്കുന്ന പറവകളാകാ. ചില നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ മുമ്പിലിരിക്കുന്നവര്, അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെടുന്നവര്, പാണക്കാട് കുടുംബത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ബറക്കത്ത് അതെന്തെന്ന് പറയാൻ എനിക്കറിയില്ല. ഒരു കുടുംബത്തിനുമില്ലാത്ത പുണ്യം അല്ലാഹുവേ പടച്ചവനെ, ആ ബറക്കത്തും ഐശ്വര്യവും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലോ, തൗഫീക്ക് തരണേ അല്ലാ. പാണക്കാട് ശിഹാബ് തങ്ങൾ സൗദം എന്ന പേരിലുള്ള ആലിക്കുട്ടി ഉസ്താദിന്റെ മരുമകൻ അറിയുന്ന, സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് അറിയുന്ന, ഒരുപാട് ഉസ്താദുമാർക്ക് പരിചയമുള്ള, മലബാറിന്റെ തീരത്തെക്കുറിച്ച് ബോധമുള്ളവര്, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള കരിങ്കല്ലത്താണിയുടെ ആ മനോഹരമായ സ്ഥാപനം ഒന്ന് പട്ടി കയറാതിരിക്കാൻ, ഒന്ന് പൂച്ച കയറാതിരിക്കാൻ നൂറുകണക്കിന് മക്കളല്ലോ. അവര് 24 മണിക്കൂറും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ട നൗസാദ് ബാക്കവി, എന്റെ പ്രസംഗത്തിന്റെ ഈ ഒരു ഭാഗം ഞാനൊന്ന് മാറ്റിവെച്ചിട്ട് അത് ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊരു സ്വരക്ക ചോദിച്ചതിന് ശേഷം മടങ്ങി വരുമെന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ട് വരികയാണ്. ഇവിടെ ഒരു മത്സരം നടക്കട്ടെ, ഇവിടെ ഒരു മത്സരം നടക്കട്ടെ. നാളെ പരലോകത്ത് കബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുമ്പോ എന്റെ സ്ഥാപനത്തെ സ്നേഹിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എന്റെ പേരിട്ട സ്ഥാപനമെന്ന് കേട്ടപ്പോ ആത്മാർത്ഥതയോടുകൂടി രംഗത്ത് വന്ന ഇവിടെ ഒരു അബുഹാജി ഇരിക്കുന്നുണ്ട്. ദമാമില് ഞാൻ പ്രസംഗിച്ചപ്പോ പൊട്ടിക്കരഞ്ഞ് ചാടി എഴുന്നേറ്റ് കാളമ്പാടി ഉസ്താദിന്റെ കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറഞ്ഞ് കരയുമ്പോ വാരിപ്പുണന്നിട്ട് 2 ലക്ഷം രൂപ ഉസ്താദ് ആ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ധീരനായ പ്രിയപ്പെട്ട സ്വതക്കതീര സഹോദരനുണ്ട്. അല്ലാഹുവേ, ജമാമിൽ നിന്ന് എത്ര വാഹനമാണെന്ന് ഇവിടെ വന്നിരിക്കുന്നത് പടച്ചവന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിങ്ങൾ ഒരുപാട് പണമുള്ളവരല്ലെന്ന് എനിക്കറിയാം, ഒരുപാട് കഷ്ടപ്പാടുള്ളവരാണെന്ന് എനിക്കറിയാം. എങ്കിലും